എം മാണിക്കും ഉമ്മൻചാണ്ടിക്കുമെതിരെ തുറന്നടിച്ച് പി സി ജോർജ്. അഴിമതിക്കാരെ കൽത്തുറുങ്കിൽ അടയ്ക്കരുതെന്ന് പറയുന്നവരെ ജയിലിൽ അടയ്ക്കണമെന്ന് പി സി ജോർജ് പറഞ്ഞു. കക്കുന്നവരെ ന്യായീകരിക്കാൻ താനില്ലെന്നും പി സി ജോർജ് വ്യക്തമാക്കി. അഴിമതിക്കാർ ആരാണെങ്കിലും, ഭരണകക്ഷിയാവട്ടെ പ്രതിപക്ഷമാവട്ടെ ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അവരെ കൽത്തുറുങ്കിൽ അടയ്ക്കാൻ കഴിവുള്ള ശക്തമായി ജനസമൂഹത്തിന് വികാരം ഈ രാജ്യത്ത് ഉയർന്നു വരണ്ടേ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയുന്നവരെ പിടിച്ചാദ്യം ജയിലിലിടണം എന്നാണ് എന്റെ അഭിപ്രായം. ആരാണ് കക്കുന്നത് എന്ന് നോക്കി കളവിനെ ന്യായീകരിക്കാൻ നമുക്ക് സൗകര്യമില്ല. മനസ്സിലായില്ലേ? ആര് കട്ടോ അവൻ പിടിക്കപ്പെടണം, കൽത്തുറുകിൽ പോകണം. അത് പി സി ജോർജ് ആണെങ്കിലും കൽത്തുറുകിൽ പോകണം. മനസ്സിലായി? ആ ഒരു മാനസികത ഉണ്ടാവണം. പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി നാളെ വീണ്ടും പി സി ജോർജുമായും കെ എം മാണിയുമായും ചർച്ച നടത്തും. അതേസമയം മാണിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളോടുള്ള അതൃപ്തി കോൺഗ്രസ് ഐ ഗ്രൂപ്പ് നാളെ KPCC യോഗത്തിൽ ഉന്നയിക്കും. യോഗത്തിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരൻ എന്നിവർ KPCC ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. ചീഫ് വിപ്പ് പദവിയിൽ നിന്ന് പുറത്താക്കുന്നതിനു മുമ്പ് പി സി ജോർജ് രാജി സമർപ്പിച്ചേക്കും. മാണിയുടെ കത്ത് പരിഗണിച്ച് ജോർജിനെ ഒഴിവാക്കാൻ UDF നേതൃത്വം തീരുമാനിച്ച സാഹചര്യത്തിലാണിത്. അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് UDF നേതൃത്വത്തോട് ആവശ്യപ്പെടും. ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറല്ലെന്ന നിലപാടിൽ മാണി തുടരുകയാണ്. സെക്കുലർ വിഭാഗം പുനരുജ്ജീവിപ്പിക്കുന്നത് തടയിടാനാണ് നീക്കം. മാണിയെ എങ്ങനെ അനുനയിപ്പിക്കാമെന്നത് കീറാമുട്ടിയായി തുടരുന്നു. അതേസമയം കെ എം മാണിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിലുള്ള അതൃപ്തി കോൺഗ്രസിലെ ഐ വിഭാഗം KPCC യോഗത്തിൽ ഉന്നയിക്കും. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷവും ഐ ഗ്രൂപ്പിൻ്റെ അമർഷം മാറിയിട്ടില്ല. AK ആന്റണിയെ രമേശ് ചെന്നിത്തല ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളിലുള്ള അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ബാർക്കോഴയ്ക്ക് പിന്നിൽ ഐ ഗ്രൂപ്പാണെന്ന് വരുത്തി തീർക്കാൻ പക്ഷ നേതാക്കൾ മനഃപൂർവ്വം ശ്രമിച്ചെന്ന പരാതിയും KPCCയിൽ ഉന്നയിക്കും. ഈ മാസം 9-ന് കോവളത്ത് ചേരുന്ന UDF യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് യോഗത്തിന്റെ അജണ്ട. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴയിൽ ബിജു രമേശിന്റെ രഹസ്യ മൊഴിയുടെ പകർപ്പ് വിജിലൻസ് നാളെ കോടതിയിൽ ആവശ്യപ്പെടും. വിജിലൻസ് പി സി ജോർജിന്റെ മൊഴി എടുക്കുമെന്നും സൂചനയുണ്ട്. കേസിൽ ശബ്ദരേഖ തെളിവായി സ്വീകരിക്കുന്ന കാര്യത്തിൽ നിയമ ഉപദേശം തേടും. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ബിജു രമേശ് സെക്ഷൻ 164 പ്രകാരം മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് നാളെ കോടതിയെ സമീപിക്കുക. മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തും. മെയ് ആദ്യവാരത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. മന്ത്രി കെ ബാബു 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ബിജു രമേശ് മൊഴിയിൽ പറയുന്നു. കോടതിക്ക് പുറത്തും ഇക്കാര്യം ബിജു രമേശ് വെളിപ്പെടുത്തിയിരുന്നു. മന്ത്രിമാരായ VS ശിവകുമാർ, രമേശ് ചെന്നിത്തല എന്നിവർക്കും കോഴ നൽകിയതായി ബിജു രമേശ് രഹസ്യമൊഴി നൽകിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ 3 മന്ത്രിമാർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വിജിലൻസിന് കത്തു നൽകി. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ മന്ത്രി കെ ബാബുവിനെതിരെ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തും. മറ്റ് 2 മന്ത്രിമാർക്കെതിരെ വെരിഫിക്കേഷൻ നടത്തണമോ എന്ന കാര്യത്തിൽ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷം വിജിലൻസ് തീരുമാനമെടുക്കും. അതിനിടെ പി സി ജോർജിൽ നിന്നും മൊഴിയെടുക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ മൊഴിയെടുക്കുവാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കോഴ കേസിനെ നേരിടുന്നത് ഉമ്മൻചാണ്ടി, മാണി, രമേശ് ചെന്നിത്തല കോക്കസ് ആണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ CPIM ചെറുകുന്ന് നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസായ സുർജിത് ഭവന്റെ ശിലാസ്ഥാപന ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയായിരുന്നു പിണറായി വിജയൻ. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടിയുള്ള ഒരു കോക്കസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ രൂപം കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എന്തോ വലിയ തർക്കത്തിലാണ് എന്ന മട്ടിൽ ചില വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരും ഒരു നാണയത്തിന് 2 പുറം മാത്രമാണ്. അവർ തമ്മിൽ അടിസ്ഥാനപരമായിട്ടൊരു ഭിന്നതയുമില്ല. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആരംഭിക്കുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ട് തന്നെയാണ്. ഇപ്പോഴും അവർ ഒറ്റക്കെട്ട് തന്നെയാണ്. മുസ്ലിം ലീഗിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം തകരുന്നു. PV അബ്ദുൽ വഹാബിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായാണ് കരുതുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള പടയൊരുക്കം.
പാർട്ടി പദവികളും അധികാര സ്ഥാനങ്ങളും ആശ്രിതർക്ക് നൽകി മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി നടത്തിയ ഏകാധിപത്യം അവസാനിക്കുന്നതിന്റെ സൂചനയാണ് വഹാബിന് ലഭിച്ച രാജ്യസഭാ സീറ്റ്. KPA മജീദിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ പാർട്ടി ഘടകങ്ങളെയും പോഷക സംഘടനകളെയും MLA-മാരെയും മുന്നിൽ നിർത്തി കുഞ്ഞാലിക്കുട്ടി നടത്തിയ നീക്കങ്ങൾ ഫലം കാണാതിരുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. അഹമ്മദ്, ET മുഹമ്മദ് ബഷീർ എന്നിവരോടൊപ്പം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയെയും പാണക്കാട് കുടുംബത്തോടൊപ്പം നിർത്താൻ സാദിഖ് അലി തങ്ങൾക്ക് കഴിഞ്ഞു. സമസ്തയുടെയും ലീഗ് അധ്യക്ഷൻ ഹൈദരലി തങ്ങളുടെയും മനസ്സ് സാദിഖ് അലി തങ്ങളോടൊപ്പമായതോടെ കുഞ്ഞാലിക്കുട്ടിയുടെ തന്ത്രങ്ങൾ ലീഗിന് പുറത്തായി. രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സയ്യിദ് മുനവർ അലി തങ്ങളെ അടർത്തി മാറ്റാനുള്ള ശ്രമവും വിജയിച്ചില്ല. ലീഗിലെ അവസാന വാക്ക് പാണക്കാട്ടാണെന്നും സയ്യിദന്മാരും സാദാത്തുക്കളും നേതൃത്വം നൽകുന്ന പാർട്ടി വെറും അധികാരത്തിന് വേണ്ടി മാത്രമാവരുതെന്നും ഓർമ്മപ്പെടുത്തുന്നതിലൂടെ മുസ്ലിം ലീഗിന്റെ ഭാവി കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലല്ലെന്ന് സ്ഥാപിക്കാനും പാണക്കാട് കുടുംബത്തിനായി. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. മുഴുവൻ ഇന്ത്യക്കാരും യമൻ വിടണമെന്ന് നിർദ്ദേശം. 5 ദിവസത്തിനകം രാജ്യം വിടണം എന്നാണ് യമൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹുദി വിമതർക്കെതിരായ ആക്രമണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. 380 ഇന്ത്യക്കാരുമായി സനായിൽ നിന്ന് 2 വിമാനങ്ങൾ ജിബൂട്ടിയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, വിശദാംശങ്ങൾ. 5 ദിവസത്തിനകം രാജ്യം വിടണമെന്നാണ് യമൻ ഭരണകൂടവും സഖ്യസേനയും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹൂതി വിമതർക്കെതിരെ പോരാട്ടം ശക്തമാക്കാനായി കരയുദ്ധം നടത്താനാണ് സഖ്യസേനയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ രാജ്യം വിടണമെന്ന് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യമനിന്റെ വ്യോമമേഖല ഇപ്പോൾ സഖ്യസേനയുടെ നിയന്ത്രണത്തിലാണ്. ഏദൻ നഗരത്തിൽ സഖ്യസേനയും ഹൂതി വിമതരും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഏദൻ നഗരം തങ്ങളുടെ ആധിപത്യത്തിലാണെന്നാണ് സഖ്യസേന വ്യക്തമാക്കിയിട്ടുള്ളത്. യമനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഊർജിതമായി തന്നെ നടന്നു വരികയാണ്. സനയിൽ നിന്ന് ഇന്ന് 2 വിമാനങ്ങളിലായി 380 ഇന്ത്യക്കാർ ജിബൂത്തിയിലെത്തി. ഇതിൽ 132 പേർ മലയാളികളാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരെ കൊച്ചിയിലേക്കും മുംബൈയിലേക്കും കൊണ്ടുവരും. ഏദൻ തുറമുഖത്തു നിന്ന് 265 യാത്രക്കാരെയും കൊണ്ട് INS സുമിത്ര എന്ന കപ്പലും ജിബൂത്തിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. രാജ്യം വിടണമെന്ന അന്ത്യശാസനം വന്നതോടെ യമനിലെ മുഴുവൻ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. സനയിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ എത്തിച്ചും കപ്പൽ വഴിയും ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളാണ് നടന്നു വരുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യമനിലെ മുഴുവൻ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി വിഷയത്തിൽ വീണ്ടും മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്തവണ ഉണ്ടായത് പരമ്പരാഗത രീതിയിൽ നിന്നുള്ള മാറ്റമാണെന്നും ഇത്തരം നീക്കങ്ങൾ കാലത്തിന്റെ തെറ്റാണെന്നും മുനവർ അലി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. നടപടിയുടെ ശരിതെറ്റുകൾ കാലം തീരുമാനിക്കട്ടെ എന്ന് മുനവർ അലി ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്റെ പോസ്റ്റ് ആരെയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല എന്നും മുനവർ അലി വ്യക്തമാക്കി. ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുൻപ് PV അബ്ദുൽ വഹാബിനെ വിമർശിച്ച് മുനവർ അലി ഫേസ്ബുക്കിൽ എഴുതിയത് വിവാദമായിരുന്നു. മുസ്ലിം ലീഗ് പണക്കാർക്കൊപ്പമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ലീഗിന് സംസ്ഥാന കമ്മിറ്റി ഇല്ലെന്നും പാണക്കാട് തങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും കോടിയേരി പറഞ്ഞു. തങ്ങൾ തീരുമാനം പ്രഖ്യാപിച്ചു. മജീദല്ല, വഹാബാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗിൽ ഒരു സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള തർക്കം വന്നപ്പോൾ എടുത്ത നിലപാട് അതെന്താണ് മുസ്ലിം ലീഗ് എന്ന് മുസ്ലിം ബഹുജനങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒരു ധനവാനും ഒരു പണമില്ലാത്തവനും തമ്മിൽ ഒരു പ്രശ്നം വന്നാൽ മുസ്ലിം ലീഗ് എപ്പോഴും ധനവാന്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിൽ തർക്കം വന്നാൽ മുസ്ലിം ലീഗ് പണമുള്ളവന്റെ കൂടെയായിരിക്കും എന്ന് തെളിയിക്കുകയാണ് ഇത്തവണത്തെ തർക്കത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ സമീപനമാണ്. സാധാരണക്കാരായ മുസ്ലിമുകൾ, ലീഗിനകത്തുള്ള ആളുകൾ ഇപ്പോഴെങ്കിലും ഈ വസ്തുത അവർക്ക് മനസ്സിലാക്കാൻ ഒരവസരമാണ്. കൈരളി പീപ്പിൾ എക്സ്ക്ലൂസീവ്. ക്യാൻസർ രോഗത്തിന്റെ മരുന്ന് സൂക്ഷിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിനൊപ്പം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംഭവം. മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഉപയോഗിച്ച സിറിഞ്ചിനും പഞ്ഞിക്കും ഒപ്പമാണ്. മരുന്ന് സൂക്ഷിക്കുന്ന മുറിയിലേക്ക് കക്കൂസ് മാലിന്യം ഒലിച്ചിറങ്ങുന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡാണിത്. ഏറെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന നിരവധി ക്യാൻസർ രോഗികളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു.
ഈ വാർഡിന് പുറത്തെ ദൃശ്യങ്ങൾ കാണുക. ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗം കഴിഞ്ഞ പഞ്ഞി, സിറിഞ്ച് എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യ ബക്കറ്റുകൾക്ക് നടുവിൽ കാണുന്നത് ക്യാൻസർ രോഗികൾക്ക് നൽകേണ്ട മരുന്നുകളാണ്. മരുന്നുകൾ സൂക്ഷിക്കുന്ന ടേബിളും അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ബക്കറ്റും തമ്മിൽ സെന്റിമീറ്ററുകളുടെ വ്യത്യാസമാണുള്ളത്. രോഗികൾക്ക് അണുബാധയേൽക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിൻ്റെ കാര്യം പറയാനുമില്ല. 15ാം നിലയിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കക്കൂസ് മാലിന്യം ഭിത്തിയിലൂടെ കിനിഞ്ഞിറങ്ങുന്ന ദൃശ്യങ്ങളാണിത്. മഴ പെയ്താൽ ഇതിൻ്റെ തോത് വർദ്ധിക്കുകയാണ് പതിവ്. മരുന്നുകൾ സൂക്ഷിക്കുന്നതിനും അതിന് സൗകര്യമൊരുക്കുന്നതിലും ഗുരുതരമായ അലംഭാവം നിലനിൽക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത്. പൊതുപ്രവർത്തകനായ PK രാജു. സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലാത്ത പക്ഷം ഇവിടെ ക്യാൻസറായി വരുന്ന രോഗികൾ, അത്യന്ത നിലയിലെത്തുന്ന രോഗികൾ മരണപ്പെടുവാൻ സാധ്യതയുണ്ട്. പല തവണകളിലായി വകുപ്പ് മന്ത്രിയുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽ വിഷയം പെടുത്തിയതാണെന്നും എന്നാൽ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ മന്ത്രിയും വകുപ്പും മുൻകൈ എടുക്കുന്നില്ലെന്ന് ജീവനക്കാരും പറയുന്നു. രോഗത്തിന് ചികിത്സ തേടിയെത്തുന്ന രോഗികളെ മഹാരോഗികളാക്കുന്നതിൻ്റെ ദുരന്തപൂർണമായ നേർക്കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മനസാക്ഷി മരുന്നിന് പോലുമില്ലാത്ത അധികാരികളുടെ നിഷ്ക്രിയത്വമാണ് ഇതിനെല്ലാം കാരണം. അവരുടെ നിഷ്ക്രിയത്വം മാറാൻ ഞങ്ങളുടെ ഈ റിപ്പോർട്ട് ഉപകരിക്കുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. ക്യാമറമാൻ കുമാറിനും ഡ്രൈവർ കണ്ണനുമൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും സംയുക്ത യോഗം ദില്ലിയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം ഉദ്ഘാടനം ചെയ്തു. ജഡ്ജിമാരുടെ നിയമനത്തിന് പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് HL ദത്തു വ്യക്തമാക്കി. 5 വർഷത്തിലധികമായി കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുമെന്നും ദത്തു യോഗത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഏറെ വിശ്വാസം അർപ്പിക്കുന്നതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ. അതിനാൽ നമുക്ക് സത്യസന്ധമായ ജുഡീഷ്യറി വേണം. നിങ്ങൾക്ക് നിരവധി ഉത്തരവാദിത്വങ്ങളുണ്ട്. നീതിന്യായ സംവിധാനത്തിൽ പരിഷ്കരണം ആവശ്യമാണ്. നീതിന്യായ സംവിധാനവും ഭരണ സംവിധാനവും തമ്മിൽ നല്ല ബന്ധം വേണം. എങ്കിൽ മാത്രമേ രാജ്യപുരോഗതിക്ക് അത് ഉപകാരപ്രദമാകൂ. എല്ലാ ട്രൈബ്യൂണലുകളും ഒഴിവാക്കേണ്ട സമയമായിരിക്കുന്നു. ട്രൈബ്യൂണലുകൾ അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്നുണ്ടെന്നും ആ സാമ്പത്തികം ഉപയോഗിച്ച് കോടതികളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ട്രൈബ്യൂണലുകൾ പെട്ടെന്ന് നീതി ലഭിക്കുന്നതിന് തടസ്സമാകുന്നുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. हमारी जुडिशरी परफेक्ट भी हो, हम सशक्त भी हो, हम समर्थ भी हो, और ये आवश्यकता इसलिए है कि सामान्य मानव के लिए ये एक जगह है. ചില നിയമങ്ങൾ മാറ്റിയെഴുതേണ്ട സമയമായെന്നും 700-ലധികം നിയമങ്ങൾ ഇതിനോടകം പിൻവലിച്ചിട്ടുണ്ടെന്നും മോദി പറഞ്ഞു. പ്രായപൂർത്തിയാകാത്തവരുടെയും വനിതകളുടെയും കേസുകൾ പരിഗണിക്കാൻ പുതിയ കോടതി വേണമെന്ന് നേരത്തെ സംസാരിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HL ദത്ത് പറഞ്ഞു. ഈസ്റ്റർ ദിനമായതിനാൽ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യോഗത്തിൽ പങ്കെടുത്തില്ല. അതേസമയം ഈസ്റ്റർ ദിനത്തിൽ യോഗം വിളിച്ചത് വിവാദമായതിനോടും ദത്തു പ്രതികരിച്ചു. വിവാദം നീതിന്യായ കുടുംബത്തിലെ വിഷയമാണെന്നും അത് പരിഹരിക്കപ്പെടുമെന്നും ദത്ത് പറഞ്ഞു. ബിജേഷ് നടുവിൽ, ദില്ലി. ആശാൻ സ്മാരക പുരസ്കാരം കവി പ്രഭാവർമ്മ ഏറ്റുവാങ്ങി. ചെന്നൈയിലെ ആശാൻ സ്മാരക അസോസിയേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പെരുമ്പടവം ശ്രീധരൻ പുരസ്കാരം സമ്മാനിച്ചു. സംവിധായകൻ K. സേതുമാധവൻ ഫലകം സമ്മാനിച്ചു. ഡോക്ടർ CK രവി അധ്യക്ഷനായ ചടങ്ങിൽ കവി സച്ചിദാനന്ദൻ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സ്നേഹ സന്ദേശയാത്ര എറണാകുളം ജില്ലയിൽ പര്യടനം തുടങ്ങി. ജാഥ നാളെ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും. കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര ഈ മാസം 18-ന് പാറശാലയിൽ സമാപിക്കും. പ്രഥമ ISL-ലെ തിളങ്ങുന്ന പ്രകടനത്തിന് ശേഷം പ്രാദേശിക തലത്തിലെ കുരുന്ന് ഫുട്ബോൾ പ്രതിഭകളെ തേടി കേരള ബ്ലാസ്റ്റേഴ്സ്. കുട്ടികളുടെ പരിശീലന ക്യാമ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോഴിക്കോട് നിന്നും ആരംഭിച്ചു. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് പ്രാദേശിക തലത്തിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് സെലക്ഷൻ ട്രയൽസ് നടത്തുന്നത്. ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോച്ച് ടെറി ഫെലന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടങ്ങിയ ക്യാമ്പിൽ അവസരം തേടി 400-ലേറെ കുട്ടികളാണ് എത്തിയത്. 2002-നും 2004-നും ഇടയിൽ ജനിച്ച കുട്ടികൾക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം നൽകിയത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ടെറി ഫെലൻ പറഞ്ഞു. Especially up in this region, it's been brilliant. They've turned out in great numbers. They've been very patient, and I'm sure they've enjoyed themselves. I've certainly enjoyed it anyway. മികച്ച പരിശീലനത്തിനുള്ള സൗകര്യമൊരുക്കി കൊടുത്താൽ വലിയ മാറ്റമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ട്. And I think we can do that, but it's going to take a lot of hard work. It's going to take a lot of patience, and it's going to take a lot of coach education. And I'm sure if we all come together around the table, we can do it. I'm not here to change anything. I'm just here to improve the way we try and play the game.
3 ക്യാമ്പുകളിൽ നിന്നും 200 പേരെ തിരഞ്ഞെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇവർക്കായി അടുത്ത മാസം മുംബൈയിൽ നടത്തുന്ന ക്യാമ്പിൽ നിന്ന് മികച്ച 20 കുട്ടികളെ തിരഞ്ഞെടുത്ത് മികച്ച പരിശീലനവും സ്കോളർഷിപ്പും നൽകും. തിരുവനന്തപുരത്ത് ഈ മാസം 7, 9 തീയതികളിലും എറണാകുളത്ത് 10 മുതൽ 12 വരെയും സെലക്ഷൻ ക്യാമ്പുകൾ നടക്കും. ISLലെ മറ്റ് ടീമുകളും രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രാദേശിക സെലക്ഷൻ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.